ഞാൻ പ്രൈവറ്റിലേക്ക് ഒന്നുകൂടെ ഇട്ടാ ബാക്കിയെല്ലാം എല്ലാം പറയുന്നത്. ഇപ്പൊ 2-3 മാസമായിട്ട് നമ്മൾ കുറെ പേര് കീപ്പ് ചെയ്യണില്ല. പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കോൾസ് നിങ്ങളുടെ അടുത്ത് തന്നെ പറയാം. റേഡിക്കകത്തോടെ എല്ലാം അടക്കായിരിക്കും. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കളിക്കുന്ന സ്ഥിരം കളിയുള്ളൂ. പിടിക്കുന്നുണ്ട്. ഞാൻ കത്തും കേട്ടോ. മിക്കവാറും ഞാൻ ഷട്ടർ അടിക്കും. നല്ല ഷട്ടർ അടിക്കും. അത് കത്തണമല്ല, CPന്റെ ലോഡ് കൂടുന്നു. ഒരു ഷിന്നിന്റെ പ്രശ്നമുണ്ട്. അത് ഷിന്നിന്റെ മാത്രമല്ല, ഈ സെർവറിലുള്ള എല്ലാ ഗ്യാങ് വണ്ടിയിലും മിക്കവാറും കത്തും ഞാൻ ഫിറ്റിങ്ങിന്റെ ഇടയിൽ. കോമൺ വണ്ടി ഒന്ന് കത്തിയില്ലേ? കത്തി കത്തി പിന്നെ റേഡിയോയിൽ 24 പേരുള്ള ശരിയാണല്ലോ. ഞാൻ അതാ പറഞ്ഞ സെക്കൻഡ് ഉണ്ടായിരുന്നു. നമ്മള് 24 പേരല്ലേ ഉള്ളൂ. റേഡിയോ നോക്കി റേഡിയോ 24 ഉള്ളൂ. അയ്യോ എന്റെ മൈക്ക് മ്യൂട്ട് ആയിരുന്നടാ. എന്റെ 30-70 വരായാ. പക്ഷെ എന്റെ പിടിക്കുന്നില്ല. ഇതിന്റെ പ്രൊസസർ ഏതായിരുന്നു? എനിക്ക് 255 80 വണ്ടി ഇത്ര കേറിയില്ലേ? 90 100 114 130 ഇറങ്ങിക്കണോ? കണ്ണാപ്പി, ലോലന, മന്ദാരം, ബീഡി, ഏബല്, സ്റ്റീവ് അല്ല സ്റ്റീവല്ല സ്റ്റീവിലാണ് ഡെസ്ട്രോ. അവരെല്ലാം പോയോ? അവര് പോയിട്ടില്ലല്ലോ. ഒറ്റ അപ്പക്കൂട്ടം കയറാന്ന് പറഞ്ഞത്. കേറാൻ പറ വേറെ വഴിയില്ല. വിളിച്ചേർത്തു വണ്ടി ഷോപ്പ് ചെയ്യല്ലേ അവര് വരുന്നുണ്ട്. നമ്മുടെ നേരെ ഫ്രണ്ടിന്നാ ബാക്കിന്നാ? ഫ്രണ്ട് പോയി എവിടെ പോയി കത്തിപ്പോയി എന്താ പറഞ്ഞേ? ഹലോ അപ്പു ഹെലി ക്രാഷായി. ആരൊക്കെ ക്രാഷ് ആവുന്നുണ്ടേ? എനിക്ക് 20 അപ്പുറത്തോടാ കയറുന്നവര്. അപ്പുറത്തില്ല. അപ്പുട്ടാ എടാ ഇതെടുത്തിട്ടാ ഓൾറെഡി അവിടെയല്ലേ അപ്പുക്കുട്ടൻ ഗ്യാങ്ങല്ലേ? ഓ അങ്ങനെ. എടാ ഏത് എണ്ണയിലെ വരുന്നേ? ഒന്ന് പിക്ക് ചെയ്യോ? അപ്പുറത്തായിരിക്കും. നീയൊക്കെ എവിടാ?
ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ വഴിക്കുള്ള അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ നിങ്ങള് ബാക്കിയുള്ളവർ അപ്പൂട്ട ഒരു ഹെലി എടുത്തിട്ട് പോരെ ബാക്കി കമ്മിറ്റ് ചെയ്യാം ബാബാ നീ ബാക്കിയല്ല അത് വിടറാ നമുക്ക് ഇത് നോക്കാം ബാക്കിയുള്ള നോക്കാം ഇറങ്ങിക്കോ ഇവിടെ വണ്ടി സാവേജ് ക്രാഷ് ആയിട്ടാ എടാ അമര വണ്ടി വരുന്നുണ്ട് ചില്ലാവ് ഇവിടെ കുത്തണേ അല്ലെങ്കിൽ എമർസൽ അമര അമര കുത്ത ഇവിടെ ചാച്ചി അവിടെ ഇറങ്ങുന്നു വരുന്നുണ്ട് ടാച്ചി ഇറക്കി അലക്കല്ലേ 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 ചില്ലാവ് അലക്കല്ലേ ചില്ലാവ് ഇവിടെ കുത്തേ നീ ഇവിടെ കുത്തിയാലും മതി ഇവിടെ കുത്തില്ല ഇറങ്ങില്ല അവന്മാർ വന്നോണ്ടിരിക്കുക ഒന്നും ചെയ്യാൻ സത്താ നെക്സ്റ്റ് ഹൈഗ്രോഡ് തന്നെ കളി എന്റെ മേലിൽ കവർ ചെയ്യണം ഞാൻ ഇറങ്ങാം ഇവിടെ 4 പേര് 5 പേരുണ്ട് 5 പേര് 6 പേര് 6 പേര് ഇവിടെ 6 പേര് ഇങ്ങോട്ട് വന്ന് ഈ മാർക്ക് വന്നടാ ഇവിടെ എത്ര പേരുണ്ടാക്കും മയിര് കളി കളി കളി
അവിടെ എന്താ സംഭവം? ലൈക്ക് അവിടെ ഇവിടെ 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 നോർമലി ആളിവിടെ കമ്പാരിറ്റീവ് കുറവായിരുന്നു, നമ്മുടെ ആൾക്കാരിലായിരുന്നു. കൺഫ്യൂഷൻ മനസ്സിലാവില്ല എനിക്ക്. ആരൊക്കെ നമ്മൾ ചുമ്മാ പോയി ചത്തോണ്ടോ എനിക്കിവിടെ? എത്ര പേരാ ചത്തത്? ഇതിന്റെ ഇതുണ്ടാ? നൈസ്. മറ്റേ എത്ര അഡ്മിൻ വ്യൂവിൽ എത്ര പേരായിരുന്നു അവിടെ? എത്ര വേഴ്സസ് എത്രയായിരുന്നു അവിടെ? അഡ്മിൻ വിയോജിക്ക് ഷോപ്പിന്റെ വക ഉണ്ടായിരുന്നു. Brothers love only, no hit. Sorry. Maro. അല്ല എനിക്ക് മനസ്സിലാത്ത മച്ചാനെ കൈ വേണോ മച്ചാനെ? അതാ മോനെ. എന്താ ചന്ദ്ര എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നിന്റെ മോനെ ഞാൻ കാണാൻ കത്ത് കേട്ടാ. ആ വാ സംസാരിക്കാം, വാ. അകത്തേറെ കൊണ്ടേണ്ട ഷമീറെ. ഞാൻ കൊണ്ടെന്നടിക്കൂലേ? ഞാൻ നിന്നോട് എനിക്ക് കൊണ്ടെന്നടിക്കാൻ പറ്റില്ല. അല്ല നിന്റെ മോനെ ആ ഇതാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ഷവായി ആക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഒന്നും ചെയ്യില്ല പാവം ചെറുക്കണ്ട. ഇപ്പൊ പിണക്കത്തിലാണ് ഒരു മോനെ. 50 കോടി വേണ്ടേ? ആ അതൊക്കെ വേണം. കാശ് വേണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. ഇതിപ്പോ 2 മണിയായല്ലേ? ഹലോ ഗൈസ്, കേൾക്കാം. 2:30 വരെയാണ് ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ടൈം കേട്ടോ. 2:30 കഴിഞ്ഞ് 2:30 ഓൺ ദ സ്പോട്ടിൽ ഇവിടെ സേഫ് സോൺ അടിക്കും. പിന്നെ ആ സിറ്റുവേഷൻ കണ്ടിന്യൂഷൻ പറ്റത്തില്ല. ഓക്കെ, എൻഡാക്കി കൂൾ ഡൗൺ അടിക്കും. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മീറ്റിംഗിൽ നിങ്ങള് ഞാൻ കഴിച്ചോട്ടെ. നിങ്ങള് റെഡിയല്ലേ? ഓൾ സെറ്റ് അല്ലേ? അല്ല പിള്ളേർക്ക് എടാ എന്താ പറഞ്ഞ കേട്ടില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, 2:30 വരെ ഉള്ളു സംഭവം. അപ്പം ഇപ്പൊ ഇവന്മാര് ഡിലേ ആക്കി, അറിഞ്ഞോണ്ട് ഡിലേ ആക്കിയാൽ നമുക്ക് വാറടിക്കാൻ പറ്റൂല. നമ്മള് റെഡിയാണെങ്കിൽ അവർ റെഡിയാണെന്നാ പറഞ്ഞേ. ഓക്കെ എന്നാ കേറിക്കോ. അരമണിക്കൂർ നമ്മള് റെഡി അടിക്കാൻ തരണേ. അല്ല ചന്ദ്ര 2 മണിക്ക് സേഫ് സോൺ ആവുന്ന വെച്ചിട്ട് നമുക്ക് നാളത്തേക്ക് ഫിക്സ് ചെയ്താലോ? നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം ചന്ദ്ര. ഒരു സെക്കൻഡ്. എടാ അവര് ഇറങ്ങിന്ന് പറയണ്. അവരിറങ്ങി നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. അവരിറങ്ങി നാളത്തേക്ക് അല്ല അവരിപ്പോ മീറ്റിംഗ് അങ്ങനെ പറ്റത്തില്ല.
അല്ല ഇന്ന് തന്നെ അടിക്കണം നിങ്ങൾക്ക് നമുക്ക് ഇന്ന് തന്നെ അടിക്കണം. ഇനിയിപ്പോ അവര് കേറി ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെല്ലാം ഇന്ന് അടിക്കണം എന്നുള്ള മൂഡിലാണ് നിൽക്കണേ. അല്ല ഞാൻ അങ്ങനെ ഇതാക്കി പറഞ്ഞല്ല, പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇന്ന് അടിക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. പ്രീ വാർ അടിച്ചു കഴിഞ്ഞാൽ വാർ മീൻസ് അങ്ങനെ ചന്ദ്ര നമുക്ക് ഇന്ന് അടിക്കണം എന്നല്ല, പക്ഷെ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാരും പോയി ഒന്നാമത് 1:30 മണിയാകുമ്പോ സിറ്റി ഇതാവുന്നല്ലേ. പറ എന്താ പറഞ്ഞേ? അവര് ഇറങ്ങുന്നു പ്ലേസ്. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അത് അവർക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മളാണ് തോറ്റത്. സോ നമ്മുടെ ചോയ്സ് ആണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. നമ്മൾ വാർ അടിക്കും. 15 മിനിറ്റിനുള്ളിൽ അവരോട് റെഡി ആവാൻ പറയാ. ഇല്ലാത്ത പക്ഷം നമ്മൾ ഇന്ന് തന്നെ അടിക്കും. ഈ മൂടി തന്നെ പോയി അടിക്കണം. ഞാൻ കാര്യം പറയട്ടെ, ഇത് നിങ്ങൾ ബാഡായിട്ട് നടക്കല്ലേ. ലൈക്ക് ഇതുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ, അതായത് വാറ് നമ്മളെ ലൈക്ക് നമ്മളെ തോറ്റ, അപ്പൊ അത് ലൈക്ക് നമ്മുടെ ചോയ്സ് ആണ് ലൈക്ക് അടിക്കണോ വേണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റുന്നല്ല ചന്ദ്ര, ഇത് ടെക്നിക്കൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അല്ല അവര് ഓൾറെഡി ഡെയിലി ഉള്ള സേവ് സോൺ ടൈം വെച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാ. 1:30 കഴിഞ്ഞാൽ പിന്നെ വാർ അടിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് ഇന്ന് മനസ്സിലാ മീറ്റിംഗ് പോലും കഴിയാതെ ഇറങ്ങി. ഞാൻ കാര്യം പെട്ട ശേഖ ഇന്നും കടിച്ച് തീർക്കാം. എന്തിനാ വെറുതെ സംസാരിച്ച് മുഷിക്കണേ നിങ്ങള്? കേറാൻ പറ. ഇപ്പൊ നമ്മുടെ പിള്ളേരുടെ ഇപ്പഴാ കേറിയത്. കേറാൻ പറ. ചുമ്മാ എന്തിനാ വെറുതെ? എനിക്ക് ഒന്നാമത് ബുദ്ധിമുട്ടാ സംസാരിക്കണേ. അല്ല ഒരു മിനിറ്റ് ഷെയ്ക്ക്, ഒരു മിനിറ്റ് ഇപ്പൊ പറയാം ചന്ദ്ര. പെട്ടെന്ന് എടാ നമ്മളെ പിള്ളേർക്ക് റെഡി ആയിട്ട് നിൽക്കാൻ പറ. ഇപ്പൊ തന്നെ അങ്ങ് വാറ ഡിക്ലെയർ ചെയ്യാൻ പറയും. എനിക്കറിഞ്ഞൂടാ, കേറിയപ്പോരെ ഇവർക്കായാലും. അതാണ് പക്ഷെ ഇതല്ല. അല്ല ഇത് മീറ്റിംഗ് പോലും വിളിക്കാതെ ഇറങ്ങിപ്പോയ പരിപാടി എന്തിനാണ് എനിക്ക് മനസ്സിലാത്തത്. നമ്മളെല്ലാം കൺഫേം ആയിട്ടല്ല നമ്മൾ സിറ്റിന്ന് ഇറങ്ങാറ്. കേട്ടാ അറിഞ്ഞൂടെ? ഇത് കേട്ടാ അറിഞ്ഞൂടെ? ഇന്ന് വാറുണ്ട് നാളെ വാറുണ്ടെന്നൊക്കെ കൺഫേം ചെയ്തിട്ടല്ലേ ഇറങ്ങണ്ട. വാറ അടിച്ചു പറഞ്ഞ അപ്പൊ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞു. ഇത് നമ്മൾ തന്നെ ഇത് പറയില്ല, നാളെ പറയും. കാരണം ടൈം ഇല്ല. അരമണിക്കൂർ കൊണ്ട് അടിക്കാന്ന് പറഞ്ഞ് നടക്കുന്ന ദിവസം. അപ്പൊ നമ്മളെ പിള്ളേർക്കെല്ലാം കേറാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറ്റാ, ഞാൻ സീരിയസ് പറയാം. അതായത് ഇപ്പൊ അവര് എല്ലാം കൂടെ കേറി വരുമ്പോ തന്നെ കുറച്ച് സമയവും മനസ്സിലായി. ഇനി അവരവിടെ ഡിലേ ആക്കി അക്സെപ്റ്റ് ഇട്ടാൽ ഓക്കെ ശരി. ഈ വാറിനകത്ത് അവര് വന്നില്ലെങ്കിലും, നമ്മളെ കാണാൻ വേണ്ടി വന്നില്ലെങ്കിലും, ആ മാപ്പിൽ കിടന്ന് കറങ്ങി എന്ത് ചെയ്യും? എത്രേ ഉള്ളൂ. അവര് ലൊക്കേഷൻ തരണോടാതില്ല. നമ്മൾ ലൊക്കേഷൻ വെക്കും. അവര് പ്രോപ്പർ ലൊക്കേഷൻ തരണം. ഇവരെല്ലാം ഇറങ്ങി പോയെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ തിരിച്ച് കേറാൻ തന്നെ ഒരു ടൈം എടുക്കും. ഓക്കെ നീല അപ്പൊ നീല പറഞ്ഞ നാളത്തേക്ക് നോക്കാം. ഞാൻ ബസ് ചോദിച്ചത് തന്നെ പറയത്തുള്ളൂ. കാരണം അവര് ആ പ്ലാനിലാണ് നിക്കുന്നത്. എന്തായാലും അതുറപ്പാ. നാളെ ഒരു 10 മണി വിളി. 10 ഞാൻ വാറ് വിളിക്കട്ടെ? ഇല്ലടാ, അവരെന്താ പറയണ? നിങ്ങളുടെ സൈഡ് ഞാൻ പറയാം. നമ്മള് പ്ലേയേഴ്സ് വരുമോ നോക്കാം. വാസുബ്രോടെ പാസ്വേഡ് ഒന്നില്ല ഗ്യാങ്സില. കത്തിപ്പോയാടാ? കത്തിപ്പോയെന്നുണ്ട്. നിങ്ങൾ കത്തിപ്പോയാറില്ലോ? ഇല്ല കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. എന്താ അറിയില്ല. ഓക്കെ ഇന്ന് എടുക്കേണ്ട ഇന്ന് അതല്ല ആലോചിച്ചൊക്കെ. അരമണിക്കൂർ അത് ഇപ്പോഴൊന്നും സെറ്റ് ആയിട്ടില്ല. നമുക്ക് ചുമ്മാ എല്ലാം കൂടി കേറിയിട്ട് മര്യാദക്ക് അടിക്കാനില്ലല്ലോ. ആക്ഷനാ അവർക്ക് പ്ലേയേഴ്സ് ഇറങ്ങിയെന്നാ പറയണവര്.
എന്തിനാ ഇതൊക്കെ പ്ലാനും ഇതൊക്കെ ആളുണ്ട് നമ്മുടെ ഇത് മൂന്ന് ഡമ്മിയാ. നമ്മുടെ വാറ് വിളിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ അക്സെപ്റ്റ് ചെയ്യാൻ ശരി 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 അവന്മാരെ കൗണ്ട് റിജക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ അവര് ഓപ്ഷൻ ഇല്ലടാ ഇവിടെ റിജക്ട് പോയാലില്ല സസ്പെൻഷൻ കിട്ടി അങ്ങ് പോയാലോ ഈ വഴി എടാ സസ്പെൻഷൻ കിട്ടി പോവുകയാണെന്ന് സിറ്റിയില് ഉള്ള ആൾക്കാരെ കയറാൻ പറ നീ വാറ് വിളിച്ചോ വാറ് വിളിച്ചോ കാരണം വാറ് വിളിച്ചാൽ 15 മിനിറ്റ് ടൈം ഉണ്ട് വാർ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലായോ അതെ ഇവര് വാറ് വിളിക്കുക നിങ്ങൾ എന്താ നിങ്ങൾ ഡിസിഷൻ എടുത്തോ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ശരി 15 മിനിറ്റ് ഉണ്ട്. ശരി 15 മിനിറ്റ് ഇപ്പൊ വേണേ ഡിക്ലെയർ ചെയ്തോ വാറ് ഡിക്ലെയർ ചെയ്യുവാണേ യാ ഇപ്പഴിട്ട് സമയങ്ങളുണ്ട് ഡിക്ലെയർ അണ്ണ ഇടണ 15 ലൈനപ്പ് റെഡി ആയിട്ട് വണ്ടി കൊണ്ട് വിടുന്നില്ല. അപ്പൊ പിന്നെ എല്ലാരും റെഡി ആയിട്ട് ജിഗുരു വണ്ടി എടുത്താ അളിയ വാറ് വാറിട് അളിയാ അവന്മാര് ലൊക്കേഷൻ പറയുന്നില്ല അവർ സൈഡിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല കൊച്ചാ അവര് ഫൈറ്റ് ചെയ്യാൻ വരുമെന്ന് തോന്നുന്നില്ല. കിട്ടിയ ഒരു ചക്ക ഒരു ലൊക്കേഷൻ ഇട്ടാ പോകാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഇത് അണ്ടി പൊത്തി പിടിച്ച് ഓടാന്ന് പറയുന്നത്. അത് കൊള്ളാലോടാ. പിന്നെന്തിനാ ഇവര് അക്സെപ്റ്റ് ഇട്ടേ? ഇതെന്താടാ ഇത്? എന്താ ഇവര് വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിനുള്ള റോക്ക് ഷൂട്ടിൽ കയറണം എന്നൊക്കെ ഉണ്ട്. കിട്ടും അത്രേ ഉള്ളൂ. പിന്നെ വാർ അക്സെപ്റ്റ് ആക്കിയത് ഇതൊക്കെ എന്തിനാടാ ഇത്? അവരുടെ എൻട്രൻസ് നേരത്തെ എൻട്രൻസ് എന്റെ മാർക്ക് നോക്കിയോ. സമയം കാണില്ലേ നേരത്തെ ഒരു ഇടിച്ചാലേ. അമ്മാര് ഇവിടെ എത്തിയിട്ട് പോലില്ലടാ. എടാ അമ്മാര് എത്തിയിട്ട് പോലില്ല കേട്ടോ ഇവിടെ എൻട്രൻസിൽ. ഞാൻ പറഞ്ഞല്ലേ നീല ഇത് സ്ട്രാറ്റജി ഉറപ്പല്ലേ? ഞങ്ങളാ എൻട്രൻസ് വരെ പോയതാ. തിരിച്ചു വരാ തിരിച്ച് നമ്മുടെ എടാ ഒന്ന് ദൈവത്തിന് വിളിക്കാം. എടാ നമുക്കൊന്ന് ആദ്യം ഞാൻ പറട്ടെ ഒന്ന് പെട്രോൾ പമ്പിന്റെ ശരി ഞാൻ പറഞ്ഞേക്ക്. ആദ്യം ഈ പെട്രോൾ പമ്പിൽ വന്നിട്ട് ഒന്ന് ദൈവത്തിന് വിളി. എന്നിട്ട് പെട്രോൾ അടിയല്ലേ എന്നിട്ട് ചെയ്തു. പെട്ടെന്ന് അടിച്ചോ അതിനകത്ത് ഒരുത്തൻ ദൈവത്തിന് വിളി. ഇതെന്തിരപ്പി ഒന്നും പറയില്ല അടുത്ത ഇത് കിട്ടും. എടാ ഓരോന്ന് പറഞ്ഞെടുക്കും. കേറി വണ്ടി കയറാ. നേരെ കിട്ടുമ്പോൾ എന്തെടുക്കുവാടാ?
ഹലോ ഹലോ ഇതിപ്പോ ഇത് രണ്ടുപേരല്ലേ നമ്മൾ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് നമ്മൾ അതിന്റേതായ ആക്ഷൻസ് ഇത് ചെയ്തോളാം. ഇറ്റാച്ചി നമ്മൾ നോക്കുന്നുണ്ട്. അവരോട് ഇത്രയും ടൈമിനുള്ളിൽ കയറണം എന്നുള്ള പറഞ്ഞു. ടൈമിനുള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു. പോയി ആരാ ലീഡർ കോലീഡർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കട്ടാനെ ഹലോ, ഒറ്റൊരു കേസുള്ളൂ. നിങ്ങൾ കേറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെതിരെ ആക്ഷൻ വരും. മനസ്സിലായോ? ബാക്കിയുള്ള പ്ലേയേഴ്സ് നിങ്ങൾ മൂവിങ് ആയിരിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ പ്ലേയേഴ്സ് നിങ്ങൾ വാറ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം. അവിടെ കേറിയിരിക്കണം. മനസ്സിലായോ? വാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവിങ് ആയിരിക്കണം. ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഒരാൾ നിന്നോട്ടെ. മനസ്സിലായോ? ബാക്കിയുള്ളവർ കേറാൻ നോക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെതിരെ ആക്ഷൻ വരും. അതില് ഇന്റൻഷ്യലി ഡിലേയിങ്ങിന് ആക്ഷൻ വരും. മനസ്സിലായോ? ഇതിപ്പോ അമ്മരവിടെ ഓടി എത്താത്ര സമയം എടുക്കൂലടാ. ഇതിപ്പോ എത്തുമ്പോ മറ്റേ 2:20 10 മിനിറ്റ് വരൂ 15 അവിടെ നിന്ന് കറങ്ങും. ഇല്ല നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി. എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ളത് കറക്റ്റ് ആയിട്ട് പ്ലേയേഴ്സിന് കേറാൻ പറ്റാത്തോണ്ട് ഞാൻ ഇവിടെ വണ്ടിന്റെ സ്പീഡ് ഓക്കെ. ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറടാ. ഇങ്ങനെ കാണിക്കുമ്പോ എന്തിനെന്നറിയോ അങ്ങ് ടൈം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് അടിച്ചിട്ട് നീങ്ങ പോന്ന് പറഞ്ഞു. അങ്ങ് ടൈം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇന്ന് അടി ഇങ്ങനത്തെ കഴപ്പളൊക്കെ കാണിക്കുമ്പോ ടൈം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണം. അങ്ങ് അടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. സാംജയ് താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രദർ. താങ്ക് യു. ഇത് അവിടെ പോയിട്ട് പിറ്റിങ്. ഇനി നടക്കാൻ പോണ പിറ്റിങ്. ഇനി നടക്കാൻ പോണ ഒരു 10 മിനിറ്റ് കടാവാ. ഇനി 10 മിനിറ്റ് പിറ്റ് ചെയ്യുന്ന പിറ്റ് എത്ര എന്താ എന്താ ഇങ്ങനെ ചെയ്യാനുള്ള ഇന്റൻഷൻ എന്താണ് ഞാൻ ഇങ്ങനെ.
ഇവിടെ ക്യൂ നിൽക്കോ? ആഹാ പോയടാ. ഹലോ കേക്കാവല്ലോ? നിങ്ങളോ? ഇല്ല ഇല്ല ഇല്ല. ഇമാര് ചത്ത വണ്ടി ഇറത്തൂലല്ലോ അവന്മാര്. ഇവിടെ ഇട്ട് ഓട്ടിച്ച് കളയും. ഷെഡ്യൂലല്ലോ ഞാൻ ഇത് ലൊക്കേഷൻ റെസ്പോണ്ട് ഇല്ല, ഒന്നിനും റെസ്പോണ്ട് ഇല്ല അമ്മമാർക്ക്. കാണുന്നില്ല ഇതൊന്നും. കൊടുത്തു ഇപ്പൊ കൊടുത്തു. അതെ കറക്റ്റ് ലൊക്കേഷനാണ് അവിടെ നിന്ന്, പക്ഷെ മൂവ് ചെയ്തു കറക്റ്റ് ആ ഏരിയന്ന് പോയി. അടിക്കട്ടെ. അണ്ണാക്കില് കളിച്ചിട്ട് പോടാ മയിരെ, തോറ്റാൽ ജയിച്ചാലും കുഴപ്പമില്ല, കളിച്ചിട്ട് പോന്നി. ഇങ്ങനത്തെ ഊമ്പിയ പരിപാടിയാണെങ്കിൽ കളിച്ചിട്ടോ ശരി നടക്കട്ടെ. അടിച്ച് കളി. നീയൊക്കെ എന്താണ് വയലേറ്റ് ചെയ്യണ? റൂൾസ് വയലേറ്റ് ചെയ്യണ, ലൂപ്പോൾ തന്നെ പിടിക്കണ കളി. ബാക്കി പിന്നെ തോക്കണൊക്കെ ഞങ്ങൾ രണ്ടാമത്തെ കാര്യം. കളി നന്നവണ കളി. ഓക്കെ, ഇവിടെ കറന്റ് നോക്കുകയാണെങ്കിൽ MRZ ഇറങ്ങി അടിക്കുന്നുണ്ട്. MRZ ഭാഗത്തു നിന്നാണ് ഫയറിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ POV കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈവ്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളതല്ലേ എന്താണ് ചെയ്തിട്ടുള്ളത്, അവരുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളതല്ലേ. സോ ആ ഒരു ബേസിസിൽ തന്നെയാണ് മാനേജ് സൈഡിൻ്റെ ഡിസിഷൻ വന്നിട്ടുള്ളതാണ്. സോ എക്സ്റ്റൻഷൻ ടിൽ ദ സിറ്റുവേഷൻ എൻഡഡ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ലൂപ്പായിട്ട് അവർ കൊണ്ടുപോകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, ഓക്കെ. ഇപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ MRZ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചർച്ച ഏരിയയിലായിട്ട് MRZ നിന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ യു ഗൈസ് തിങ്സ് ഇറ്റ്സ് ഓക്കെ ബ്രോ. ഞാൻ ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ പോയിരുന്ന കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, മാനേജ് സൈഡ് ഡിസിഷൻ ആണോ എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ബ്രോ, ടിവിയുടെ സിറ്റുവേഷൻ എന്നല്ല ഈ ഒരു സിറ്റുവേഷൻ. ഇതിപ്പോൾ ഏത് ഗാങ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കേണ്ടി വരും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ലൂപ്പാക്കിയിട്ട് പിന്നെ കൊണ്ടുവരും. ദാറ്റ്സ് ഇറ്റ് ബ്രോ, മനസ്സിലാക്കാം.
ഒരു നോർമൽ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സിറ്റുവേഷന് ഇങ്ങനെ ഒരു ഇതാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ലൂപ്പും പിടിച്ചിട്ട് ബാക്കിയുള്ള സിറ്റുവേഷനിൽ ഇതുപോലെ വരും. മനസ്സിലായോ? കോമൺ വണ്ടി എടുക്കാത്ത ഇപ്രാവശ്യം വെറുതെ ലൊക്കേഷൻ കൊടുത്തിട്ട് പോകുന്ന എന്താടാ? ലൊക്കേഷൻ കൊടുക്കാത്ത പ്രതീക്ഷിക്കാതെ കിട്ടിയല്ലടാ രായ. കുറച്ച് പ്രിപ്പയർ ആയിട്ട് പിള്ളേര്. ഓക്കെ, അവർ 755 ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 755 ആണ് ഇപ്പോൾ കറന്റ് കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ. MR7 ഒരു വെഹിക്കിൾ നല്ല രീതിക്ക് ചാടി തെറിച്ച് പോകുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഈ സിറ്റുവേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 സൈഡ് നോക്കണം. അതായത് ഇപ്പോൾ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഡൗൺ ആയി നിൽക്കുന്ന ടീമാണെങ്കിൽ, കാരണം അവരുടെ ആവശ്യമാണ് ആ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇതിലെന്ന് പറയുന്നത് ജയിച്ച് നിൽക്കുന്ന ടീമാണ് ഇങ്ങനെ കയറിപ്പോയിട്ടുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. മനസ്സിലായോ? രണ്ട് സിനാരിയോ വരുന്നുണ്ട് ഇതിൽ. ഡൗൺ ആയ ടീമാണ് ഒരു പക്ഷേ ഇങ്ങനെ കയറാത്തത് എന്നുണ്ടെങ്കിൽ ഓൺ ദ ബേസിൽ നമുക്ക് ഫുൾ ക്വാളിറ്റി ടാക്ടിക്സ് ആണല്ലോടാ. TGA tactics and a brother. TGA. ഇവിടെയാണ് കളിക്കുന്നത്. പിന്നെ ഡൗൺ ആയ ടീമിന്റെ ആവശ്യമാണ് സിറ്റി സെർവറിൽ അവരുടെ ആവശ്യമാണ് ബ്രോ. അതറിഞ്ഞൂടെ? ഡൗൺ ആയ ടീമിനാണ് ആവശ്യമാണ്. അവരാണ് ഈ ഡിലേ ആക്കുന്ന. അവര് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അവരടിച്ചില്ല, അവരുടെ ഇതല്ല, അവരല്ല ഡൗൺ ആയിക്കുന്നേ. അപ്പൊ അവിടെ സിറ്റുവേഷൻ എൻഡ് ആയി പോവും. ഓക്കെ, കറന്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ MR7 അടിക്കുന്നുണ്ട്. MR7 ഇവിടെ സെന്നസ് ഇറങ്ങി അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ MR7 വെഹിക്കിൾസ് എല്ലാം ഈ മലയിൽ കളിക്കുന്നുണ്ട്. ഇവിടെ ടിവിയുടെ വെഹിക്കിൾസ് ടി വി ഇപ്പുറത്തെ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ ആരടിക്കും നമുക്ക് നോക്കാം. പോളിടണം. ഓക്കെ 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 പോട്ടെ. എല്ലാ വാറിലും കാണുന്നില്ലല്ലോ ബ്രോ. ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് വരുന്ന ബ്രോ, മനസ്സിലാക്കിയാൽ മതി അത്. ഇങ്ങനെ ഉത്തരം പറയാൻ ഓഡിയൻസ് കുറെ ഉത്തരം കിട്ടില്ലെങ്കിൽ സമാനം വരത്തില്ല. അവൻ എത്ര നേരിട്ടെന്ന് പറയുക ആ പോയിന്റ് ഓഫ് വ്യൂ. പർപ്പസ്ഫുള്ളി ലാഗ് ആക്കുക. ജയിച്ച ടീമാ അത്. കണ്ടോണ്ടിരിക്കണമാര് വിഴുങ്ങുന്നത് എന്താ? മറ്റേ ചോറ് തന്നെയാണോ തിന്നുന്നേ? അതെ, ഞാൻ വാർ അക്സെപ്റ്റ് ചെയ്ത് അവരെ മണ്ടത്തരം. വാർ അക്സെപ്റ്റ് ചെയ്തത് അവരെ മണ്ടത്തരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയ കാര്യം അല്ല, ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറ. വാർ അക്സെപ്റ്റ് അവർ ചിലപ്പോ അവരിങ്ങനെ ചെയ്യാണ്ട് വാർ അക്സെപ്റ്റ് നോക്കിയിട്ടിരുന്നെങ്കിൽ ചിലപ്പോ അവർ കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് വർക്കാവുമായിരുന്നത്. ശ്രദ്ധിക്കണേ, ആരാ ചെയ്തേ? Oh bro, okay. Abhilash bro, thank you for the subscription. Thank you so much. Thanks a lot brother. Thank you so much. ഇതേ സിനാരിയോയിൽ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വിടും ബ്രോ. അസ്രൈ ടോം, താങ്ക് യു സോ മച്ച് ഫോർ 150 rupees GPay. താങ്ക് യു സോ മച്ച്. കറന്റ് നോക്കുകയാണെങ്കിൽ MR7 ഭാഗത്തുനിന്ന് ഫാൽക്കൺ, അതുപോലെ തന്നെ ജിൻതക്കായി, പിന്നെ പ്രണവ് സേട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കിഡു W, പിന്നെ ചരൺ ഡിയോസ്, റഷ്യൻ
അറിയിക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഇതുപോലെ തന്നെ ടിവിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ടി വി മെസ്ബോയ് കോക്കു, പിന്നെ മദാറ, ജൂഡ്, കിലുവ, ഡെസ്ട്രോ, നീലകണ്ഠൻ അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ ആരടിക്കും. ഓൺലി സൂപ്പർ സെക്കൻഡ് ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചു. അഭിലാഷ് ബ്രോന്റെ വായിച്ചു. താങ്ക് യു സോ മച്ച് അഭിലാഷ് ബ്രോ. നീലന്റെ പി വന്നിട്ട് വരാ ജസ്റ്റ് ഒന്ന്. ഇവരുടെ വെഹിക്കിൾ പൊട്ടി ഇവിടെ പെട്രോൾ ലീക്കേജ് ആയിട്ടുണ്ട്. വെഹിക്കിളിന് റിവേഴ്സ് അത്ര അടി അടിയാ മതി തിരിച്ചോ ഡോട്ട് തിരിച്ചോ അടിച്ചോ അടിച്ചോളാ. എടാ ഇവിടെ നിൽക്കി ഇനി ഇങ്ങോട്ട് ഈ റിഡ്ജ് കുത്തിക്കോ. ഈ റിഡ്ജ് കുത്തി അടിച്ചോ. ആ റിഡ്ജ് എടുത്ത് അടിച്ചോ. അത്രേ ഉള്ളൂ. ആ റിഡ്ജ് എടുത്ത് അടിച്ചോ. കേറി പോലെ നല്ല രീതിക്ക് ഒരു കവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ടി വി കയറി കളിക്കുന്നു. ജൂയി ഗോക്കുവിന് നല്ല രീതിക്ക് ടാഗ് കിട്ടിയിട്ടുണ്ട്. മെസ്ബോയ് ഗോക്ക് ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ്. ഞാൻ ഡൗൺ. മെസ്ബോയ് ഗോക്ക് ഡൗൺ. 7 DOS ആണ് മെസ്ബോയ് ഗോക്ക്. GR അടിച്ചറ 7 DOS അവിടെ മെസ്ബോയ് ഗോക്കുവിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജുഗുറു, മദാര, കിണ്ടി, പിന്നെ കിലുവ എല്ലാവരും ഈ ഏരിയയിലുണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആംഗിള് എടാ അവനൊന്ന് വലിച്ചിട്ടടാ അവനെ. ഡെസ്ട്രോ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഡെസ്ട്രോക്ക് നല്ല ഫയറിംഗ് ഫാൾക്കണം. പിന്നെ രണ്ട് പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. MRZന്റെ ഭാഗത്തുനിന്ന് 2 പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഡെസ്ട്രോ 2 പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചരൺ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ചരൺ ബുള്ള് ഡെസ്ട്രോന് റഷ്യൻ DNL കയറി വരുന്നുണ്ട്. റഷ്യൻ DNL കവർ ഫയർ വരുന്നുണ്ടോ? അടിക്കാൻ കയറും. ആ സമയത്ത് ഫോമിൽ നിൽക്കണം. അടിച്ചോണ്ടിരിക്കത്തുള്ളൂ എന്തായാലും. കളിച്ചോണ്ടിരിക്കുന്ന അവിടെ ടി വി മൊത്തം കിട കയറി ഭാഗത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. ഇല്ല തിരിച്ച് MRZ വീണ്ടും ടി വി നല്ല രീതിക്ക് അത് പണി കിട്ടാൻ വണ്ടി എടുത്ത് കറങ്ങി അടിച്ചാൽ വണ്ടി ബാക്ക് ഇറങ്ങി കളിയാ. വണ്ടി എടുത്ത് കറങ്ങി അടിച്ചാൽ മതി. ഒരു സീനും ഇല്ല. ലൊക്കേഷൻ അറിയത്തില്ല. മോബി നല്ല എടോ മോബി ഒറ്റയ്ക്ക് ഡെസ്ട്രോ കവർ കൊടുത്തില്ല.
കിലുവ അവിടെ കട്ടാനെ ഡൗൺ ആക്കി, കിലുവ കട്ടാനെ ഡൗൺ ആക്കി. കോച്ച് അടിച്ചിരുന്നു ആരെയോ? സെഡ്നസ് ഡൗൺ, കിണ്ടി അവിടെ ഒരു പിക്ക് എടുത്തു. ഇവിടെ മോബി ഒറ്റയ്ക്ക് മോബിയുടെ ഇവിടേക്ക് വന്നൊക്കെ അലക്സ് ഡൂറും പിന്നെ അതുപോലെ കിഡും വന്നിട്ടുണ്ട്. പക്ഷെ കിഡു തിരിച്ചു കയറി. അലക്സ് ഡൂറിന് നല്ല രീതിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അലക്സ് ഡൂർ ഒറ്റയ്ക്ക് പെട്ടുപോയിട്ടുണ്ട്. അലക്സ് ഡൂർ മോബിനെ ഡൗൺ ആക്കി. അലക്സിനെ കാണാൻ പറ്റില്ല നമ്മുടെ പിള്ളേർക്ക്. മോളി നോക്കിയാ കണ്ടിട്ടുണ്ട്. വില്ലു ഡൗൺ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. വില്ലു നല്ല ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. 2 ഹെഡ് കിട്ടിയിട്ടുണ്ട്. റിഫ്രഷ് അടിച്ചു. ഇറ്റാച്ചി അവിടെ ബുള്ളിനെടുത്തു. ഇറ്റാച്ചി അവിടെ ബുള്ളിനെടുത്തു. അവര് വണ്ടി എടുത്തു പോയി. ഇറ്റാച്ചി വണ്ടി എടുത്തു പോയി. ഇറ്റാച്ചി ബുള്ളിനെടുത്തു. ബാക്കിൽ വന്നിട്ട് ഒരാളെടുത്തിട്ട് പോയി. ഡൗൺ ആയിട്ടുണ്ട്. നല്ല രീതിക്ക് കളി 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 ഇനി വണ്ടി എടുത്ത് കുത്തു നമ്മളെ പിള്ളേര്. കളി 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 കളിച്ചിട്ട് കളിച്ചുള്ള ഇത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിൽ ഹോൾഡിംഗ് ദി ഏരിയ. മറ്റേ അനൗൺസ്മെന്റ് ഹോൾഡിംഗിന്റെ ആർമർ ഇല്ലേ? എന്താ എടുക്കാത്ത നീ ആർമർ? നീ എന്താ ആർമർ എടുക്കാത്ത? നീ എന്താ വാറാവൂലെന്ന് വിചാരിച്ചാ? നീ വാറാവൂലെന്ന് വിചാരിച്ചാ? നീ ആർമർ കണക്ക് നീ ആവശ്യത്തിന് ആർമർ ഇട്. ഇല്ല 7 പേര് ബാലൻസ് ഉള്ളൂ. 7 പേര് ബാലൻസ് ഉള്ളൂ. ടി വി നോക്കുകയാണെങ്കിൽ ടി വി 12 പേര് ബാലൻസ് ഉണ്ട്. 7 വേഴ്സസ് 2. കൗണ്ടൊക്കെ ഉണ്ട്. അടിക്കാനുള്ള എന്തൊക്കെ അടിക്കും. അത് വേറെ കാര്യം. അത് പോട്ടെ. പക്ഷെ 7 അല്ലല്ലോ 9 എന്തുണ്ടല്ലോ ഒരു 9 വേഴ്സസ് 2. പിന്നെ 2 ബിക്ക് അല്ലാണ്ട് എടുത്തു. 8 വേഴ്സസ് 12. 8 വേഴ്സസ് 12. ഡെസ്ക്ടോപ്പ് ബാക്കിക്ക് ഇറങ്ങിയിട്ട് 7 ബിക്ക് എടുത്തിട്ടുണ്ട്. റിപ്പയർ ഒക്കെ ചെയ്ത് വാ സെറ്റ് ആവും, റീസെറ്റ് ആവും. വണ്ടി പെട്ടോ അവന്മാരെ അവിടെ നിൽക്കുവാണ്. ഹോൾഡിങ്ങിന് അനൗൺസ്മെന്റ് ഇട്ടായിരുന്നോ? ഓക്കെ, തിരിച്ച് ഇവര് മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഒരു ഡെസ്ട്രോ നിന്നിരുന്ന ലൊക്കേഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. MRZ അവിടെ ആ ഒരു പ്ലെയർ ഉണ്ടോ എന്ന് നോക്കാൻ തന്നെയാണ് ഐ തിങ്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലെയർ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. കറന്റ് ഒക്കെ ഒരു വെഹിക്കിൾസിലേക്ക് തിരിച്ച് കയറുന്നുണ്ട്. 2 ഗാങ്സും വെഹിക്കിൾസിലേക്ക് തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പൊ ഇവിടെ MRZ നോക്കുകയാണെങ്കിൽ 5, 6, 7 പേരോളം ആണ്. വണ്ടി എടുത്താലും പണ്ണപ്പടം കൊണ്ടുവരായ വണ്ടി എടുത്ത ചത്ത്. എടാ ഫുൾ ഡിസ്ട്രോയ്, ഫുള്ളി നാശമായ വണ്ടികള് ഇതെടുത്തോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേര് പിറ്റ് ചെയ്ത് എവിടെയും കൊണ്ടടിക്കും. പിന്നെ കിണ്ടി അല്ലേ അവിടെ? 3 നല്ല രീതിക്ക് ഫയറിംഗ് MRZ TV ഇവിടെ കുത്തി, ജുഗർ ഇവിടെ കുത്തിയിട്ടുണ്ട്, കുറുപ്പിടാനി ഇവിടെ കയറി അടിക്കുന്നുണ്ട്. ഇവർ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് കയറുന്നു. ആ സമയം കൊണ്ട് ഇവരും റൈറ്റിൽ നിന്ന് കയറി അടിക്കുന്നുണ്ട്. കിഡു ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ജുഗറിന് ഡൗൺ. ഓക്കെ, TV വില്ല് അവിടെ പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു പിക്ക്, ഡെസ്ട്രോന്റെ 4ാമത്തെ പിക്ക്, റഷ്യൻ നീലകണ്ഠന്റെ ഒരു പിക്ക്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും ഡൗൺ ആയിട്ടുണ്ട്. ഇനി ആകെ അവശേഷിക്കുന്ന 2 പേരാണെന്ന് തോന്നുന്നു. ഇറ്റാച്ചി അവിടെ ജിൻതക്കായിന് എടുത്തു കേട്ടോ. ജിയർ പിടിക്ക് 2 പേര്. റഷ്യൻ സ്പീഡ് കളിച്ചിട്ട് പോയാൽ ഡെസ്ട്രോനെ കവറായിട്ട് നല്ല രീതിക്ക് ഡെസ്ട്രോനെ കവർ ചെയ്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫയർ. 5ാമത്തെ
കൊട്രാ കേസ് അടി ബ്രോ കളിച്ചിട്ട് പോയാ നീ കളിച്ചിട്ട് പോയാ മതി നീ നിന്റെയൊക്കെ അവനെ കാണുന്നില്ല. ആരാ പുണ്ടച്ചി മോനെന്ന് വിളിച്ചോ അതാരാന്ന് എനിക്ക് പിടിയിട്ടില്ല. ഒന്ന് നോക്കി കളിച്ചിട്ട് പോയാ നീയൊക്കെ കളിച്ചിട്ട് പോയാ അളിയ അത്രേ ഉള്ളു അളിയ വിഷയം. അഭിനയം കാണുമായിരുന്നു. വണ്ടി കൊണ്ട് പെട്ടി പെട്ടി എടുത്ത് ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഗാംഗോസിനകത്തിരിക്കുന്നു. വരണ ഈ കൊലയാളികള്. ഇത്രേ ഉള്ളു ബ്രോ ഇത്രേ ഉള്ളു. നീയൊക്കെ ഇത്രേ ഉള്ളു. മനസ്സിലായില്ലേ? ചിലതൊക്കെ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത്? ചിലവര് നമ്മള് ഞാനും കിണ്ടിയൊക്കെ തിരിച്ച് രണ്ടാമത് വന്നു. ഇത്രേ ഉള്ളു. നീയൊക്കെ ഇത്രേ ഉള്ളു. മനസ്സിലായ? അല്ല ഈകളെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നേ അവന്മാരെ ഭയങ്കര മാന്യായിട്ട് നമ്മളെ വന്ന് അതല്ല നിന്നെ വൾഗർ നീ ശ്രദ്ധിച്ചില്ല അതാണ് അത് വിട് സംസാരിക്കാം. ഈകളെ സംഭവം അതല്ല യവന്മാര് നമ്മളെ കത്തിച്ചില്ലേ അന്നേരം യവന്മാര് ഭയങ്കരമായിട്ട് അങ്ങ് മാന്യായിട്ട് ചെയ്തേ. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു എല്ലാരും ഓമര് ഡീസന്റ് ആയിട്ട് ചാറ്റ് മൊത്തം ഓമര് ഡീസന്റ് ആയിട്ട് ചെയ്യുന്നു. അന്നേരം ഞാൻ പറഞ്ഞു അവര് വാറ് ജയിച്ചോട്ടെ, അവര് വാറ് ജയിച്ച് അവര് ചെയ്യാൻ പോണ ഇതൊന്നും അല്ലെന്ന്. ഉറപ്പായിട്ടും അതാണ് ഇവന്മാരെ ഓഫ്ലൈനിൽ ഇരുന്ന് എല്ലാ അപരാധവും പറഞ്ഞിട്ട് ലൈവ് വരുമ്പോ മറ്റേ മാന്യം കളിക്കും. മനസ്സിലായ? കളിയ ബാക്കിയെല്ലാം വിട്. വിഷയം കളി അത് ഒന്നും പറയല്ലേ. കളിയായിരുന്നു. എനിക്ക് അതിന്റെ പക്വ ടൈപ്പ് സത്യം പറയല്ലോ ടൈപ്പ് ചെയ്തിടാം. ഗൺ ടോക്സ് അല്ല ഞാൻ ഡെസ്ട്രോന് അവൻ ഒറ്റയ്ക്ക് കളിക്കായിരുന്നു അല്ല അവൻ കോളൊന്നും കേൾക്കുന്നില്ല. അവൻ ഒറ്റയ്ക്ക് കയറി അടിക്കുക. പണ്ണി എറിഞ്ഞു. நானும் ரெஸ்டாரன்ட்ல போயிட்டு இருந்தோம். வான்னு சொல்லிட்டான். நான் ரிட்டர்ன் வந்துட்டேன். டெஸ்ட் அப்படியே நின்னுட்டேன். എവിടെ ഡബ്ല്യു ആർ അല്ലേ ഇവിടെ വാർ തോറ്റപ്പോഴത്തേക്ക് ചാറ്റ് മൊത്തം ഊമ്പടാ. ഒരു രക്ഷയില്ലടാ ഡെസ്ട്രോ. കിടിലം കളിയാടാ മോനെ. പറയാതിരിക്കാൻ വയ്യ. കിടിലം കളി. രണ്ടുപേരെ അടിച്ച ഞാൻ വിചാരിച്ചു അവനെ കൊല്ലും. അത് ക്രൂഷ്യൽ പിക്ക്. അത് അതുപോലെ എല്ലാരും കൊറേ കിടിലം കളി കളിച്ചാണ്. ഞാൻ പറഞ്ഞ ഇറ്റാച്ചിയുടെ ഫ്ലാഗ് നീലന്റെ കോള് ആയാലും എല്ലാരും കൊറേ അടിപൊളി കളി കളിച്ചാട്ടാ. കൊറേ പേര് നല്ല പക്ക കോർഡിനേഷനില് അടിപൊളിയായിട്ട് നല്ല പ്ലാനില് കളിച്ച്. നോർമൽ ചുമ്മാ നമ്മളെ സ്ഥിരം കളിയില്ലേ അതല്ലായിരുന്നു ശരിക്കും. അതൊന്നും അല്ല. ഞാൻ പറയാം. ഞാൻ വേറൊരു പേരോട് പറഞ്ഞുതരാം അളിയാ. എല്ലാരും കിടിലായിട്ട് കളിച്ചു. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എനിക്ക് എന്റെ ഒരു സന്തോഷം പറയുവാണേ. ഇത് വാർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്താ പറയാ നീലന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഇത് നമുക്ക് എടുക്കാം, ചില്ലാവ്, നമ്മളിത് എടുത്തിരിക്കും, ഇത് അടിപൊളിയായിട്ട് സെറ്റാക്കും, നമുക്ക് എല്ലാവന്മാരെ പറക്കിട്ട് അടിക്കാം, കോൺഫിഡൻസോടെ കളിക്കാം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അളിയ ഞങ്ങൾ ഈ VC-യിൽ ഇരുന്ന് ഞങ്ങൾ ഇത്രയും പേരോട് ആ കളി കണ്ടപ്പോൾ അവന്റെ കോള് കേട്ടപ്പോൾ ഉള്ള ഒരു രോമാഞ്ചല്ല. എനിക്ക് പേഴ്സണലി അത് ഫീൽ. കാരണം എന്റെ ഇൻബോക്സിൽ വന്നവൻ പറഞ്ഞ ഇത് എടുത്ത് തന്നിട്ടേ പോരുന്നത്. അടിച്ചിട്ട് അവൻ കുണയ്ക്കുന്നതിന് മുമ്പ് നേരെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത് ഇത്രയാണ്.
ഇതുപോലെ ചേട്ടാന്ന്. എനിക്ക് 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 ഇത് മെസ്സേജ് ഇടാൻ പോയ അളിയ. എന്റെ അമ്മ, ഞാൻ അവന്റെ POV കണ്ടോണ്ട് ഞാൻ പറയുവാ അളിയ, അവന്റെ കോൾ അവൻ മനുഷ്യന്മാരിങ്ങനെ ചിന്തിക്കുവാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, സീരിയസ് ആയിട്ട് പറയാം. അവൻ എന്തോരം ഓപ്പർച്യൂണിറ്റി ഈ PvP കളിക്കണ ഇവിടുത്തെ എല്ലാമാർക്കും എന്ത് കിടില ഓപ്പണിങ് അവൻ ഉണ്ടാക്കി കൊടുത്തതെന്ന് അറിയാമോ? അണ്ണാ വണ്ടി പിറ്റ് ചെയ്തിട്ടേ അടിയടാന്ന് പറഞ്ഞൊരു സീനില്ലേ അണ്ണാ, ഓർമ്മയുണ്ടോ? സത്യടാ, സത്യം. അവൻ വണ്ടി എടുത്ത് ഓരോ വട്ടം പോയപ്പോഴും ഓരോ ഇത്. ഞാൻ പറയണത് അവൻ മാത്രം ഇതിനകത്ത് ഒന്നും ചെയ്യുന്നല്ലേ. ഇതിനകത്ത് നിങ്ങൾ ഓരോ കളിച്ച 15 പേരും ഭയങ്കര കിടിലായിട്ട് കളിച്ചു. ഞാൻ പറയാം, റേഡിയോ അലപ്പാകുമ്പോ കിണ്ടി അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവനത് പറഞ്ഞ് ഓരോന്നും പറഞ്ഞു. റേഡിയോ എല്ലാം ഓരോരുത്തരെ എടുത്തു പറയാനുണ്ട്. സത്യം പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കളി കളിച്ച് ഒന്നും പറയല്ല, കിടില.